യുക്രൈൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിലെ നിലപാടുകളെ ഇന്നലെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അധിക താരിഫ് റഷ്യയ്ക്ക് ചുമത്തുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണെന്ന നിലപാടാണ് റഷ്യ അറിയിക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, തീർച്ചയായും അമേരിക്കയുമായി റഷ്യയുമായുള്ള ബന്ധം അമേരിക്ക കൂടി നിയന്ത്രിതമാക്കുന്നു അല്ലെങ്കിൽ കർക്കശമാക്കുന്നു എന്നൊരു നിലപാടായിരുന്നു ഇന്നലെ ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ട്രംപ് പറഞ്ഞത് വളരെ കൃത്യമായ നിലപാടാണ് പറഞ്ഞത്. ഇത്തരത്തിൽ വെടിനിർത്തൽ, അതായത് യുക്രൈൻ യുദ്ധത്തിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് റഷ്യയാണ്. ഇത്തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് തുടർന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആ പെട്രോളിയം രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ റഷ്യയ്ക്കും 25% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന നിലപാടാണ് അറിയിച്ചത്. അത്തരത്തിൽ കർശനമായ നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. മറ്റൊരു പ്രധാന പ്രശ്നം അദ്ദേഹം എടുത്തു പറഞ്ഞത് യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. വെടിനിർത്തൽ നീട്ടിവെക്കുന്നതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തുക മാത്രമാണ് ചെയ്തതെന്ന രോക്ഷത്തോടെയുള്ള പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴുന്നുവോ അല്ലെങ്കിൽ അത് വഷളാകുന്നുവോ എന്നൊരു ആശങ്ക പുറത്തു വരികയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണ് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിലും പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.